കോഴിക്കോട് തളി മഹാശിവക്ഷേത്രത്തിൽ വിവാഹത്തിനിടെ വിപ്ലവ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത് വിവാദമാവുകയാണ്. മുഹൂർത്ത സമയത്താണ് SFI സിന്ദാബാദ് ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നത്. ദേവസ്വം ഭൂമിയിലെ കൈലാസ മണ്ഡപം എന്നറിയപ്പെടുന്ന വേദിയിലായിരുന്നു മുദ്രാവാക്യം വിളികൾ ഉയർന്നത്. ഹിന്ദു സംസ്കാരത്തെയും ക്ഷേത്ര പരിസരത്തെ ചടങ്ങുകളുടെ പാവനതയും തകർക്കാനുള്ള CPM ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം നീക്കമെന്ന് ഹിന്ദു ഐക്യവേദി വിമർശിച്ചിട്ടുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. വിവരങ്ങളുമായി ഗോകുൽ, അതൊരു ക്ഷേത്രഭൂമിയാണ്, മാത്രവുമല്ല ഒരു വിവാഹം നടക്കുന്ന സ്ഥലം. അതിനിടയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിപ്ലവ മുദ്രാവാക്യം ഉയർത്താനുണ്ടായ സാഹചര്യം? ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രധാനമായി ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്. ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളും ക്ഷേത്ര വകകളുമൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉള്ളതാണോ എന്ന ചോദ്യമാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർത്തുന്നത്. ഹിന്ദു ഐക്യവേദി ആ ചോദ്യം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുമുണ്ട്. ഹിന്ദു ഐക്യവേദി പറയുന്ന ഒരു കാര്യം, കാലങ്ങളായിട്ട് CPM ഈ ഹൈന്ദവ ബിംബങ്ങളെയും ഹിന്ദു സംസ്കാരത്തെയും ഒക്കെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രകോപനകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ തളി മഹാശിവക്ഷേത്രത്തിനകത്താണ് സാധാരണയായിട്ട് വിവാഹങ്ങളൊക്കെ നടക്കാറുള്ളത്. എന്നാൽ അതിന് വിപരീതമായിട്ടാണ് ഒരു വിവാഹ സംഘം ഈ തളി ക്ഷേത്രത്തിന് പുറത്ത് ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് പരിപാടികൾ നടത്താറുള്ള കൈലാസ മണ്ഡപത്തിന് സമീപത്ത് വെച്ച് കല്യാണം നടത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത്. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കല്യാണത്തിന് അനുമതി കൊടുക്കുകയായിരുന്നു. എന്നാൽ അവരുമായി നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യം വിളികളൊന്നും ഈ കല്യാണത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ക്ഷേത്ര സംവിധാനത്തിനും ഈ കാര്യത്തിൽ ഒരു എതിർപ്പുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു വിവാഹം നടന്നത്. വിവാഹം നടക്കുന്ന സമയത്ത്, താലി കിട്ടുന്ന സമയത്താണ് SFI സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ വേദി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ക്ഷേത്ര സംവിധാനങ്ങളെയും അല്ലെങ്കിൽ ക്ഷേത്ര പരിസരവുമൊക്കെ ഈ രീതിയിൽ മാറ്റുന്ന ഒരു കാഴ്ചയുണ്ടായി. നമ്മൾ കണ്ടതാണ്. കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിലൊക്കെ ഉത്സവത്തോടനുബന്ധിച്ച് വിപ്ലവ ഗാനങ്ങളൊക്കെ പാടിയതിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കുള്ളതല്ല എന്നൊരു കാര്യമായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ദേവസ്വം ഭൂമിയിൽ കൈലാസ മണ്ഡപത്തിൽ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് സംഗീത അർച്ചനകളും സാംസ്കാരിക സദസ്സുകളും ഒക്കെ സംഘടിപ്പിക്കുന്ന ഒരു വേദിയിൽ വിവാഹം നടക്കുന്നു. വിവാഹം നടന്നതല്ല പ്രശ്നമായത്. വിവാഹത്തോടനുബന്ധിച്ച് നടന്ന ചില മുദ്രാവാക്യ വിളികൾ, ഇൻകുലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ് തുടങ്ങിയ ഇടത് അനുകൂല സംഘടനകൾ അല്ലെങ്കിൽ SFI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ കല്യാണത്തോടനുബന്ധിച്ച് വിളിച്ചു. അത് വിളിച്ചത് ക്ഷേത്രത്തിന്റെ ഭൂമിയിലാണ്, ദേവസ്വം ഭൂമിയിലാണ്. ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഹൈന്ദവ ആരാധനാ കാര്യങ്ങൾക്ക് വേണ്ടി, ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേദിയിൽ ഇത്തരം മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ് ഭക്തജനങ്ങൾക്കിടയിൽ ഒരു അമർഷം ഉണ്ടാവാൻ ഇടയാക്കിയിട്ടുള്ളത്. പ്രദേശവാസികളായിട്ടുള്ള ഭക്തജനങ്ങൾക്കൊക്കെ കടുത്ത അമർഷം ഈ വിഷയത്തിലുണ്ട്. ഹിന്ദു ഐക്യവേദി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കാലങ്ങളായിട്ടുള്ള CPMന്റെ ശ്രമം, ഈ ഹൈന്ദവ സംസ്കാരത്തെ തകർക്കാനുള്ള CPMന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ പ്രവണത എന്നാണ് ഹിന്ദു ഐക്യവേദി പ്രതികരിച്ചിട്ടുള്ളത്. ക്ഷേത്രം എക്സിക്യൂട്ടീവിനും ക്ഷേത്ര ഭരണ സംവിധാനത്തിനും ആ കാര്യത്തോട് യോജിപ്പുണ്ട്. കല്യാണം നടത്താൻ അനുവദിക്കണമെന്ന കാര്യം പറഞ്ഞപ്പോൾ അതിന് സ്ഥലം അനുവദിച്ചു കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് ഇത്തരം മുദ്രാവാക്യം വിളികളോടൊക്കെ തങ്ങൾക്കും അമർഷമുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് എക്സിക്യൂട്ടീവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ക്ഷേത്രങ്ങളേക്ക് കടന്നു കയറാനുള്ള ഇടത് സംഘടനകളുടെ കാലങ്ങളായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ തളി മഹാശിവക്ഷേത്രത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. ദേവിക.